ജോലി പരസ്യം കണ്ട് ചെന്നൈയിലേക്ക് പോയ ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച് പണവും സ്വർണവും കൈക്കലാക്കിയതായി പരാതി. പശ്ചിമ ബംഗാൾ സ്വദേശിയായ ഉത്തം ചട്പത്തിനെയും സുഹൃത്തുക്കളെയുമാണ് മർദ്ദിച്ച് പണം കവർന്നത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഈ വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ ലഭിച്ചത്, ഈ വിസിറ്റിംഗ് കാർഡ് ആളുകൾ ഇങ്ങനെ കൊടുത്ത സമയത്ത് അതിലേക്ക് വിളിച്ചിട്ട് ഇവർ 3 പേര്, ഉത്തമടക്കമുള്ള 3 പേര് വിസിറ്റിംഗ് കാർഡിൽ വിളിച്ചിട്ട് തമിഴ്നാട്ടിലെത്തുകയും അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചു തരികയും അവിടെ നിന്ന് അവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് ഇവരെ കയ്യിലുള്ള 35,000 രൂപയും പിന്നെ ചെയിനും പിന്നെ ബാക്കി പേഴ്സിലുള്ള പണവും ഒക്കെ തട്ടിപ്പറിക്കുകയും അജ്ഞാത കേന്ദ്രത്തിൽ കുറേ ഡ്രസ്സുകളും ബാഗുകളും പേഴ്സുകളും കണ്ടു എന്നാണ് ഇവർ പറയുന്നത്. ഗോകുൽ ചേരുന്നു. ഗോകുല, ജോലി പരസ്യം കണ്ടാണ് ചെന്നൈയിലേക്ക് പോയത് ഇതര സംസ്ഥാന തൊഴിലാളി. മലയാളികളാണോ ഇതിന് പിന്നിൽ? എന്താണ് ഈ ബംഗാൾ സ്വദേശി പറയുന്നത്? ഉത്തം ചട്പത്തും മറ്റു 2 സുഹൃത്തുക്കളും ചേർന്നാണ് ഇത്തരത്തിൽ ചെന്നൈയിലേക്ക് പോയി പണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട് കബളിക്കപ്പെട്ടത്. ഇവരുടെ ഉത്തം ചട്പത്തിന്റെ 35,000 രൂപയും മൊബൈൽ ഫോണും ആഭരണങ്ങളും മറ്റു 2 സുഹൃത്തുക്കളുടെ 25,000 രൂപ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. 3-ാം തീയതിയാണ് ഇവർ ചെന്നൈയിലെത്തുന്നത്. ഈ വിസിറ്റിംഗ് കാർഡ് കണ്ട് ആ നമ്പറിൽ വിളിക്കുകയും അവരോട് ചെന്നൈയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് അവർ ചെന്നൈയിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഇവരുടെ പണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അപഹരിക്കപ്പെട്ടത്. പിന്നീട് മറ്റു 2 പേർ, ഉത്തം ചട്പത്തിന്റെ കൂടെയുള്ള 2 പേര് പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചുപോയി. ഉത്തം ചട്പത് തിരിച്ച് കുന്നമംഗലത്തേക്ക് വന്നു. ഇദ്ദേഹം ഇവിടെ കുറെ നാളുകളായിട്ട് വാട്ടർ പ്രൂഫിംഗ് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ മറ്റൊരു ബ്രെഡിന്റെ കമ്പനിയിലെ ജോലിക്കെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. എന്നാൽ അവിടെ എത്തിയ ശേഷമാണ് ഇവർ പൂർണ്ണമായും കബളിക്കപ്പെടുകയാണെന്ന് മനസ്സിലായത്. ഇവർക്ക് ഭാഷ ഹിന്ദി മാത്രമാണ് വശമുള്ളത്. അവിടെ എത്തിയ സമയത്ത് അവർ ഇംഗ്ലീഷും മറ്റുമാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പറഞ്ഞിട്ടുള്ളത് 1-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെ മർദ്ദിച്ചതിന് ശേഷം വിട്ടയക്കുകയായിരുന്നു. മറ്റ് പണവും മറ്റും അപഹരിച്ചതിന് ശേഷം വിട്ടയക്കുകയായിരുന്നു. ചെവിക്കും കൈക്കും തലക്കും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് ഇവർ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന സമയത്ത് എഫ്ഐആർ ഉൾപ്പെടെയിട്ട് അന്വേഷണം നടത്തുമെന്നാണ് നമ്മുടെ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഉത്തം ചട്പത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് നൽകുമെന്നാണ് കുന്നമംഗലം സ്റ്റേഷനിൽ ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.